ആശാൻ അടുപ്പിലും ആകാന്നല്ലേ. ഇങ്ങനെ മുല്ലപ്പൂ കോർത്ത് വെച്ചേക്കുന്ന പോലെ. എന്താ വിനോദ, അച്ഛനും മോളുടെ കാര്യമായിട്ട് എന്തോ കുക്കിങ്ങിലാണല്ലോ. സമ്മറൊക്കെ ആയില്ലേ, വെളിയിലാണ്, അധികം തണുപ്പൊന്നും ഇല്ല. അപ്പൊ നമുക്ക് ഡിന്നർ എന്തെങ്കിലും വെളിയിൽ വെച്ച് കുക്ക് ചെയ്യാന്ന് കരുതി. അപ്പൊ ഞങ്ങൾ ഇന്ന് ബർഗർ ഉണ്ടാക്കുന്ന പരിപാടിയാ. ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ നല്ല വെട്ടമൊക്കെ തോന്നുന്നുണ്ടെങ്കിലും സമയം രാത്രി 9:15 അപ്പൊ നമ്മള് ഡിന്നർ കുക്ക് ചെയ്യാൻ ഒരുങ്ങാണ്. അതിന്റെ വിശേഷങ്ങളൊക്കെയാണ്. ബർഗർ ഉണ്ടാക്കാൻ പോകുന്നു. അപ്പം ദാ ഏവക്കുട്ടൻ ഇവിടെ നിപ്പുണ്ട്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പറയുവോ? അതിനകത്ത് കിളി കയറിയിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇയാള് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയുമോ എല്ലാവർക്കും? സ്വാഗതം പറയത്തില്ല. അപ്പം ഞാൻ തന്നെ പറയാം. അച്ഛ പറയൂ അച്ഛേ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതെ, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏവക്കുട്ടൻ ചെറിയ ജാക്കറ്റ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് എന്താണെന്നറിയാവോ? കൊതുകുണ്ട്, കൊതുക് ഒരുപാടുണ്ട്. നമ്മൾ കൊതുകിനെ ഓടിക്കാനുള്ള മെഷീനൊക്കെ വെച്ചിട്ടുണ്ടെങ്കിലും കൊതുക് ആവശ്യത്തിന് മണം പിടിച്ചിങ്ങനെ വരും. കാരണം നല്ല മധുരമുള്ള ചോര കുടിക്കാനായിട്ട്. നല്ല ചക്കരയാണല്ലോ, സ്വീറ്റ് ആണല്ലോ, സ്വീറ്റിയാ. അപ്പൊ സ്വീറ്റിയുടെ ചോര കുടിക്കാനായിട്ട് ഇങ്ങനെ വരും. അതിന് ഞങ്ങൾ ചെറിയൊരു ജാക്കറ്റ് ഇട്ട് കൊടുത്തതാണ്. ഇതിന് വലിയ ചൂടൊന്നും എടുക്കത്തില്ല ഇട്ട് കഴിഞ്ഞാൽ. ഏവക്കുട്ടൻ എല്ലാ സമ്മറിലും കൊതുക് കുത്തും. ഇവിടെ ഒക്കെ കുത്തി വെച്ചേക്കോ, കുഞ്ഞിന്റെ നെറ്റിക്കൊക്കെ കുത്തി. അപ്പൊ അത് കുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞ് ചെറിയൊരു ടീഷർട്ട് ഇട്ടേക്കുന്നത്, അതിനെടുത്തിട്ടേക്കോ. അല്ലാതെ അപ്പൊ വേറെ പ്രശ്നമൊന്നുമില്ല, ചെറിയ ഡ്രസ്സിലൊക്കെ നിൽക്കാം. ഇതാ കണ്ടില്ലേ, വിനോദ് ടീഷർട്ടിലാണ്. ഏവക്കുട്ടനും ടീഷർട്ടിലായിരുന്നു. ഉച്ചയ്ക്ക് വെയിലൊക്കെ ഉള്ളപ്പോൾ അധികം കൊതുകൊന്നും വരത്തില്ല. ഇപ്പൊ വെയിലൊക്കെ പോയി രാത്രിയായില്ലേ, അപ്പൊ നല്ല കൊതുക് കുത്തും. വിനോദാണെന്നുണ്ടെങ്കിൽ ഇതാ ഇവിടെ ഉള്ളി വഴറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം, കാണിച്ചു കൊടുക്കാം. അതെ, അപ്പൊ ദേ സംഭവങ്ങളെല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. എന്തൊക്കെയാ ഉള്ളത്? ഒനിയനുണ്ട്, പിന്നെ ഇതാണ് നമ്മുടെ പോർക്കിന്റെ ചെറിയ സ്ലൈസ് ആണ്, മനസ്സിലായോ? പിന്നെ ബീഫ്, പോർക്കും ബീഫും എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. പോർക്ക് കഴിക്കുന്നതിന് ഇനി ആർക്കും ഒരു പ്രശ്നമൊന്നും തോന്നുന്നുണ്ടോ? പോർക്ക് നമ്മളും കഴിക്കത്തില്ലായിരുന്നു അല്ലേ? വീട്ടുകാർക്ക് അറിഞ്ഞാലും നമ്മുടെ വീട്ടുകാർ കാണുമ്പോഴും അവർക്കും പ്രശ്നമാണ്. അയ്യേന്നൊരു വെപ്പാണ്. പക്ഷെ നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് ആദ്യമായിട്ട് കഴിച്ചത്. കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കഴിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഇപ്പൊ മറ്റുള്ളവർ കഴിക്കാൻ നമ്മൾ ഫോഴ്സ് ചെയ്യാതിരിക്കുക. അതെ, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ കഴിക്കാം. അത് ഇപ്പൊ ഇഷ്ടമുള്ളത് കഴിക്കുന്ന പറഞ്ഞ ഒരാളെ കളിയാക്കാതിരിക്കുക, മനസ്സിലായില്ലേ? അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ആയിട്ട് കാര്യമാണ്. ഓൾമോസ്റ്റ് എന്ത് കിട്ടിയാലും കഴിക്കും. ഞാൻ തവള കഴിക്കും, പോർക്ക് കഴിക്കും, പിന്നെ ഇത് കഴിക്കും, പാമ്പിനെ കിട്ടിയാലും ഞാൻ കഴിക്കും. ഇൻ കേസ് നമ്മൾ തായ്ലാന്റിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാമ്പിറച്ചിയുണ്ട്, കഴിക്കാം. നമ്മൾ ഒരു പ്രാവശ്യം കഴിച്ചു എന്നും പറഞ്ഞൊന്നും ഇല്ല. ഞാൻ കഴിക്കത്തില്ല എന്തായാലും അത്. പക്ഷെ എനിക്ക് ക്രോക്കഡൈലിനെ കഴിക്കണമെന്നുണ്ട്. ക്രോക്കഡൈലിനെ കഴിക്കാം. ഇങ്ങനെ ആരുടെ വീഡിയോയിൽ കണ്ട സമയം ഇങ്ങനെ കാണുമ്പോഴാണല്ലോ നമുക്ക് കഴിക്കാൻ തോന്നുന്നത്. എനിക്ക് അങ്ങനെ കണ്ടത് കഴിക്കണമെന്ന് തോന്നി. ഇപ്പൊ ഈ തായ്ലാന്റിലൊക്കെ പോകുമ്പോ മറ്റേ വെട്ടിലിനെയൊക്കെ വെച്ചേക്കുന്ന അതൊന്നും കഴിക്കാനായിട്ട് തോന്നത്തില്ല. അല്ല, അങ്ങനെ കഴിച്ചു നോക്കാം. അതെ, ചിലതൊക്കെ കാണുമ്പോൾ നമുക്ക് കഴിക്കാൻ തോന്നും. അപ്പൊ നമ്മൾ കഴിക്കണം. അപ്പൊ ആരെയും കളിയാക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലതൊക്കെ കാണുമ്പോൾ അയ്യേന്നൊരു തോന്നലായിരിക്കും. പക്ഷെ അത് നമ്മള് മറ്റുള്ളവരോട് പറഞ്ഞിട്ട് ഇങ്ങനെ അവരെ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നും നിൽക്കരുത്. ഞങ്ങളിങ്ങനെ ആദ്യമായിട്ട് പോർക്ക് കഴിച്ച സമയത്ത് ഞങ്ങളുടെ വീട്ടിലൊക്കെ പറഞ്ഞപ്പോ അമ്മയൊക്കെ പറഞ്ഞ് തലയിൽ എന്തോ പുഴു വരും, എന്തൊക്കെയാണോ ബ്രെയിനകത്ത് പുഴു കയറുന്നോ എന്തൊക്കെയാണോ അവരൊക്കെ കരുതി വെച്ചേക്കുന്നത്. അങ്ങനെ അതെ, അയ്യേന്നുള്ള പറച്ചില്ല. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടാറുണ്ട്, അവിടെയൊക്കെ പണ്ടൊന്നും കിട്ടാറൊന്നുമില്ലായിരുന്നു. അതെ, ഓൾമോസ്റ്റ് എല്ലാവരും കിട്ടാറുണ്ട്. നല്ല ടേസ്റ്റ് ആണ്, നല്ല ഇഷ്ടമാണ് നമുക്ക്. നമ്മള് സ്ഥിരമായിട്ട് നേരത്തെ കഴിക്കാതെ, ഇപ്പൊ സ്ഥിരമായിട്ട് കഴിക്കത്തില്ല, വല്ലപ്പോഴും ഒക്കെ കഴിക്കത്തില്ല. ഇപ്പൊ നമ്മള് കുറച്ച് പോർക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടല്ല കഴിക്കാത്തത്, അതിനകത്ത് ഫ്ലാറ്റ് ഒരുപാടാണ്. അതുകൊണ്ട് നമ്മൾ ഇവിടൊക്കെ എല്ലാരും കൂടുതൽ കഴിക്കുന്നത്. എനിക്ക് കഴിച്ചതിൽ ഇഷ്ടപ്പെട്ട ഒരു മീറ്റ് തന്നെയാണ് പോർക്ക്. അതെ, ഉള്ളി ഇങ്ങനെ വഴറ്റി എടുക്കുന്നു. അതിനകത്ത് ഇങ്ങനെ ഫില്ലിംഗ് ആയിട്ട് വെക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും ഉള്ളി അല്ലേ? പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ ഒരു കാരമലൈസ്ഡ് ടേസ്റ്റ് കിട്ടും. ഞാൻ ഇട്ടായിരുന്നു, നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യാറുണ്ട്. കണ്ടോ? അതെ, അപ്പൊ ഇതിനകത്ത് ഫില്ല് ചെയ്യാൻ പച്ച ഒനിയൻ കഴിക്കുന്നതിൽ ഞങ്ങൾക്ക് ഇഷ്ടം വഴറ്റിയ ഒനിയൻ കഴിക്കുന്നത്. അതെ, എപ്പോഴും അങ്ങനെ തന്നെയാ കഴിക്കുന്നത് അല്ലേ? നമ്മൾ ഉണ്ടാക്കുമ്പോഴത്തേക്ക് അതൊരു ടിപ്പാണ്. എല്ലാരും ഒന്ന് ഉണ്ടാക്കുന്നവർ ചെയ്തു നോക്കണം, അങ്ങനെ വെച്ച് നോക്കണം. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്, നല്ല രുചിയാണ്. ഏവക്കുട്ടിക്കും ഇഷ്ടമാണ്. ഇവിടെ വഴറ്റി ഇത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ നമ്മൾ കുറച്ച് ബർഗർ ആകുന്നതിന് മുന്നേ പെറുക്കി തിന്നാൻ തുടങ്ങും. മധുരം ഉണ്ട്, നല്ല ടേസ്റ്റ് കാണും. അങ്ങനെ ഏവാ അതെ, അതിനകത്ത് കിളി വന്നിട്ട് പോയി. ഇതിനകത്ത് എല്ലാം കിളികളുണ്ട്. കിളികൾ വന്നിട്ട് എന്താ പറയുന്നത്, കൂട് കൂട്ടി മുട്ടയിട്ടു. അപ്പൊ ഇതിനകത്ത് കിളി കുഞ്ഞുങ്ങളായോ എന്തോ അതൊന്നും അറിയത്തില്ല. അത് അതിനകത്തേക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുമോ? ഇല്ലേ, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? മുട്ടയുണ്ടോ അകത്ത്? ഒന്നും മനസ്സിലാകുന്നില്ല എനിക്ക്, ഇത്ര ഹൈറ്റിലായതുകൊണ്ട് അതിനകത്തോട്ട് ക്യാമറ അതിനുള്ളിലേക്ക് കയറുന്നില്ല.
അപ്പോൾ അതേ നമ്മുടെ ഒനിയനെല്ലാം വഴറ്റി കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ക്വാണ്ടിറ്റി നോക്കിക്കോണേ. ഇതിനകത്തുനിന്ന് ആരെങ്കിലും കൈയിട്ട് വാരുമെന്ന് ഒരു കണ്ണിങ്ങോട്ട് എപ്പോഴും വേണം. ആരായിരിക്കും ആശാൻ അടുപ്പിലും ആകാന്നല്ലേ അങ്ങനെ ഒരു ചൊല്ല് കേട്ടിട്ടില്ലേ? അങ്ങനെ ഒരു ചൊല്ലുണ്ട്. പക്ഷെ ഞങ്ങളുടെ ഇവിടുത്തെ ആശാൻ വേറെയാ. ആശാൻ തന്നെ നടക്കുന്നത്. പിന്നെ അതെ നമ്മുടെ ഇവിടെ ചെടികളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിറയെ പൂക്കളാണേ, ഇഷ്ടം പോലെ. അതെ, പിങ്ക്. ഇത് പൂവായി കേട്ടോ. ഇതില് ഒരു കൊല അത് വലുതായിട്ടുണ്ടല്ലേ. അത് നമുക്ക് കാണിക്കാം. ഇത് കണ്ടോ, ഇവിടെ ആണെന്നുണ്ടെങ്കിൽ ഈ പൂ നിറയെ മുട്ടുകളാണേ. ഇത് മാത്രമാണ് ഇങ്ങനെ പൂവായിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു കൊല ഓരോന്നോരോന്ന് വിരിഞ്ഞ് തുടങ്ങുന്നുണ്ട്. എല്ലാ കൊലയിലും ഓരോ പൂക്കൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഏവാ ഇതേ വാൽക്കോയിനൻ പൂവാ. അതായത് ഇത് വൈറ്റ് പൂക്കളാണെന്നായോ കുട്ടൻ പറയുന്നത്. ഇത് നല്ല ഭംഗിയുള്ള വൈറ്റ് പൂക്കൾ. എന്താ കണ്ടോ. പിന്നെ അങ്ങോട്ട് മാറിയിട്ട് വേറെയും ഉണ്ട് വൈറ്റ് പൂക്കൾ. അത് ഇങ്ങനെ നമ്മുടെ ഇത് കോർത്ത് വെച്ചേക്കുന്നത്, മുല്ലപ്പൂ കോർത്ത് വെച്ചേക്കുന്നത് പോലെ തോന്നും. ഇത് കണ്ടോ, ഇങ്ങനെ ഇരിക്കുവാണ് ഒരു കൊലയിൽ. അതായത് ഇങ്ങനെ മുല്ലപ്പൂ കോർത്ത് വെച്ചേക്കുന്ന പോലെ. അത് ഇങ്ങോട്ട് മാറിയിട്ട് മറ്റേ ആ പൂ. അങ്ങനെ എല്ലാം കൂടെ മിക്സ്ഡ് ആയിട്ട് ഇവിടെ എല്ലാം നമ്മുടെ വീടിന്റെ ചുറ്റും നിറയെ പൂക്കളാണ്. അതെ, കുഞ്ഞ് കാണിച്ചു തരും. അവിടെയുണ്ട്, അവിടെയുണ്ട്. ആ മരത്തിന്റെ മുകളിലെല്ലാം, ആ മരത്തിലെല്ലാം പൂക്കളാണ്. പിന്നെ അവിടെ ആ മരത്തിലെല്ലാം ഇന്നലെ ഏവക്കുട്ടൻ തള്ളി താഴെ ഇട്ടു. പിന്നെ ഈ താഴെ എല്ലാം വീണ് കിടക്കുന്നുണ്ടോ, ഇതെല്ലാം പൂക്കളാണ്. അരിമണി പോലെ, മലര് പോലെ വീണ് കിടക്കുന്നു. ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെല്ലേ, ഏവ കാണിച്ചു തരാന്നാ പറയുന്നത്. എവിടെ? അതെ, ഇവിടെയുണ്ട് പൂക്കൾ കണ്ടോ. അപ്പൊ ഇഷ്ടം പോലെ പൂക്കളാണ് നമ്മുടെ വീടിന് ചുറ്റും. അതെ, താഴെ ഇഷ്ടം പോലെ വീണ് കിടപ്പുണ്ട്. ഇഷ്ടം പോലെ പൂക്കളാണ്. അതെ, ഇതെല്ലാം പോയി. ഇനി അടുത്ത വർഷം കിളിച്ചു വരും. അച്ഛക്ക് ഇത് ഉപ്പെടുത്ത് കൊടുക്കാൻ പറയുന്നു. ഏതിലാ അച്ഛേ? ഓക്കെ, അച്ഛ ഇവിടെ കിടന്ന് ജോലി ചെയ്യുക. ഞങ്ങളാണെങ്കിൽ പൂക്കൾ കാണിച്ചു കൊടുക്കാനായിട്ട് പോയേക്കുക. അതിന് ഉപ്പിടണം. ഉപ്പെടുത്തോണ്ട് വരാം. അപ്പോൾ അതെ, അച്ഛ ഇതൊക്കെ വെച്ചത്. പിന്നെ അത് മാത്രമല്ല, സോസേജ് ഗ്രില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോസേജ് ഞാൻ വെറുതെ ഗ്രില്ല് ചെയ്താ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാന്ന് കരുതി. അച്ഛ പറഞ്ഞപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അച്ഛ എന്തൊരു പറച്ചിലാ അച്ഛ അത്. ഓക്കെ, തണുക്കട്ടെ. ഏവക്കുട്ടൻ അത് ചൂടാ, ആവി പറക്കുന്നുണ്ട്, പുകം പോകുന്നുണ്ട്. ഏവക്കുട്ടൻ്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ പുകം പോകുന്നുണ്ട്. ഓക്കെ, അച്ഛ കഴിക്ക്. സോസേജ് മസ്റ്റാ. വെളിയിൽ എപ്പോൾ എന്ത് ചെയ്യുന്നോ, ഒന്നും ചെയ്തില്ലേലും സോസേജ്, തീ ഇട്ടാ സോസേജ് മസ്റ്റാ അല്ലേ? സോസേജിനാ അതിൻ്റെ കിടക്കപ്പുറത്തി ഇല്ലാത്ത. ഓക്കെ, ബർഗർ പാറ്റി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഇതിൻ്റെ തന്നെ ഒരു ഗ്രില്ല് പോലത്തെ സംഭവമുണ്ട്. ഗ്രില്ലല്ല, തവ പോലത്തെ അല്ലേ? അപ്പോൾ അതേ വെച്ചു. ബാക്കി 2 ഗ്രില്ലിലായിട്ട് ഇങ്ങനെ വെച്ചു. ഉള്ളി ആരാ വാരിയത് ആദ്യം? ആരോ ഒരാൾ വാരി. ഇനി സോസേജ് കഴിക്കാം. അതെ, നമ്മുടെ പോർക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്നും ഇട്ടിട്ടില്ല. എന്താണ് ഇട്ടത്? കുരുമുളകും ഉപ്പും മാത്രം അല്ലേ? ഇതും കൂടെ അങ്ങ് വെച്ചേക്കാനോ, അല്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചിട്ട് വെച്ച് നമുക്ക് കഴിക്കാലോ. നല്ല ടേസ്റ്റാണ്, വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അതെ, ഇവരൊക്കെ ഒരുപാട് വാങ്ങിക്കുന്ന സാധനമാണ് ഇത്. അതെ, അപ്പൊ നമുക്ക് ബർഗർ മാത്രമല്ലേ ഉള്ളൂ ഇന്ന്. അപ്പൊ ഇതൊക്കെ കഴിക്കാം. 2-3 പീസല്ലേ ഉള്ളൂ. 3 പേർക്ക് ഓരോന്ന് എക്സ്ട്രാ കഴിക്കാവുന്നുള്ള. അതിന്റെ ബർഗറിൽ തന്നെ കയറ്റി വെച്ചാലും കഴിക്കാം. ഞാൻ ലേശം ഉപ്പിങ്ങനെ ഇടുന്നു. ഉപ്പിട്ടില്ലേലും കുഴപ്പമില്ല, സോസ് ഉണ്ടല്ലോ. അതെ, നല്ലൊരു ടേസ്റ്റാണ്. വെറുതെ ഇങ്ങനെ തിന്നാകുമ്പോഴത്തേക്ക് ഉപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഒരു കുരുമുളക് പൊടി. എവിടെ? എവിടെ ഒട്ടിച്ചേ? കാണിച്ചേ. ഏത് വിരലല്ല ഒട്ടിച്ചേ? ഇതെന്തുവാ ഇത്?
ഇത് കാണുന്നില്ല. ഹലോ കിറ്റി അല്ലേ? കുഞ്ഞിന് വേണ്ടി വാങ്ങിച്ച ഹലോ കിറ്റി നമ്മള്. എന്നിട്ട് ഞാനാ ഒട്ടിച്ചോണ്ട് നടക്കുന്നത്. കണ്ടില്ലേ, എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇങ്ങോട്ട് ഫോക്കസ് ആകുന്നില്ലല്ലോ. നോക്കട്ടെ. അതെ, അവിടുന്ന് പോയി. ഇതേ ഇവിടൊക്കെ ഉണ്ട് കണ്ടോ. ഇതിങ്ങനെ സൂം ചെയ്ത് കാണിച്ച ചിലപ്പോൾ ശരിയാവും. അതെ കണ്ടോ, പോയി. കുറേ ദിവസമായി ഒട്ടിച്ചിട്ട്. എന്നാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നേ, അടിപൊളിയായിരുന്നു കണ്ടോ. അതെ മതി. അതിനിടയ്ക്ക് ഇതേ ബുൾസ ഉണ്ടാക്കുന്നു. വല്ലാത്ത വിശപ്പ എല്ലാവർക്കും. തിന്നണം, എന്തെങ്കിലും തിന്നണം ഈ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. അപ്പം എന്തേ ബുൾസൈ എൻ്റെ കയ്യിൽ. ഇവിടെ എൻ്റെ ബുൾസൈ റെഡി ആയിരിക്കുന്നു. ഏവയ്ക്കും ബുൾസൈ ഉണ്ടാക്കി കൊടുക്കണം. ഇവിടുത്തെ ബുൾസൈ ഒക്കെ സേഫാണ് കുട്ടികൾക്ക് കൊടുക്കാം. കാരണം മുട്ടയൊക്കെ അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെയും കൊടുക്കാം എങ്ങനെയും കൊടുക്കാം. അപ്പം ഏവക്കുട്ടിന് ഭയങ്കര ഇഷ്ടമാണ്. ഞങ്ങൾ അതെ, നമ്മളെപ്പോഴും ബുൾസൈ കഴിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവളും കഴിക്കും. ഓക്കെ, സൂവും സിൽമത്തും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് കുഞ്ഞിന് ഭയങ്കര ഇഷ്ടമാണ് അത്. പണ്ട് ഇതിൽ കഴിച്ചിട്ടുണ്ട് അല്ലേ, കുഞ്ഞായിരുന്നു. ഇപ്പൊ കുഞ്ഞ് വീണ്ടും കുഞ്ഞാ, അതുകൊണ്ട് വീണ്ടും ഇതിൽ കഴിക്കും അല്ലേ. അപ്പൊ ഏവക്കുട്ടൻ എന്താ ബുൾസയൊക്കെ കഴിച്ച് ജ്യൂസൊക്കെ കുടിച്ചിരിക്കുന്നു. സൂപ്പറാണോടാ? സൂപ്പറാ. ആദ്യത്തെ കഴിച്ചു. ഇനി അച്ഛയുള്ളു കഴിക്കും. അച്ഛ കഴിച്ചോ? ഇല്ല, അച്ഛ കഴിച്ചില്ല. അച്ഛൻ്റെ ഇവിടെ ഇരിപ്പുണ്ട്. അച്ഛത് ബ്രെഡ് ചൂടാക്കുന്നു. ബ്രെഡും കൂടെ ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബർഗർ എല്ലാം സെറ്റാക്കാം അല്ലേ. പിന്നെ തക്കാളിയും കൂടെ അരിഞ്ഞാൽ മതി. സലാഡും വെച്ച് സോസും ഒക്കെ ഇട്ട് നമുക്ക് റെഡിയാക്കി കഴിക്കാം ചൂടോടുകൂടി. അത് കുഴപ്പമില്ല, കൈ വെച്ച് കഴിക്കുമ്പോൾ കൈ പറ്റും. നമുക്ക് കൈ കഴുകാം, തുടയ്ക്കാം. അതൊരു പ്രശ്നമല്ല. കഴിച്ചു, ആസ്വദിച്ച് കഴിക്കാം. നമ്മുടെ വീട്ടിൽ ഇരുന്ന് കഴിക്കുമ്പോൾ നമുക്ക് ആസ്വദിച്ച് കഴിക്കാം. എങ്ങനെ വേണമെങ്കിലും കഴിക്കാം അല്ലേ. കുഞ്ഞ് കഴിക്കുക. കുഞ്ഞിനെ ഞങ്ങൾ എല്ലാ രീതിയും പഠിപ്പിക്കും. നമ്മുടെ നാട്ടിലെ രീതിയും പഠിപ്പിക്കുന്നുണ്ട്, ഇവിടുത്തെ രീതി ഓൾറെഡി കുഞ്ഞിനെ. വീടിനകത്ത് നമ്മൾ കുഴച്ച് കൈ കൊണ്ട് ചോറൊക്കെ ഞങ്ങളാണെന്നുണ്ട് ചരുവത്തിൽ തിന്നിട്ട് പഴഞ്ചോറൊക്കെ ഇടം കഴിക്കും. പക്ഷെ നമുക്കതൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ കാണിക്കത്തില്ല എന്നേ ഉള്ളൂ. അതെ, മറ്റുള്ളവർ ഇവിടെയുള്ളവർ കണ്ടിട്ട് നമുക്ക്, കാരണം നമ്മളെ നമ്മുടെ നാടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ആൾക്കാരല്ലേ. അപ്പം നമ്മള് ഏത് നാട്ടിൽ വന്ന, ഇപ്പം ചേരയെ തിന്നുന്ന നാട്ടിൽ വന്ന ചേരയുടെ നടുക്കഷ്ണം തിന്നണമെന്നാണല്ലോ പറയുന്നത്. ഞാൻ എൻ്റെ ബുൾസൈ കഴിക്കും. അതെ, ബുൾസൈ കഴിക്കുന്ന അച്ഛ, ജ്യൂസ് കുടിക്കുന്ന മോള്. അപ്പം അതെ, നമ്മുടെ സംഭവങ്ങളെല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബർഗർ റെഡിയാക്കി എടുക്കാം. ആദ്യം കെച്ചപ്പ് തേക്കാം. കെച്ചപ്പും എന്തൊക്കെയോ ഇട്ടൊരു മയോണൈസും പിന്നെ ടൊമാറ്റോ കെച്ചപ്പും ലിറ്റിൽ ബിറ്റ് ഹണിയും കൂടെ ഉണ്ട്, ചെറിയൊരു സീൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഇത് വെക്കുക, ബീഫ്, പിന്നെ പോർക്കിന്റെ അല്ലേ, ചീസ് വെക്കുക. ചീസ് ഇച്ചിരി വലിയ ചീസ് വെക്കും. അതെ, ടൊമാറ്റോ, പിന്നെ സലാഡ്, കുറച്ച് സോസ് കൂടെ ഒഴിക്കുക. അപ്പൊ അതെ, നമ്മുടെ ജംബോ ബർഗർ ഇവിടെ റെഡി ആയിരിക്കാണ്. ജംബോ ആണേലും എന്തോ ആണേലും എന്താ നല്ല അടിപൊളി ബർഗർ. ഇനി ഇത് കടിച്ചു പറിച്ച് കഴിക്കുക എന്നുള്ളതാണ്. എല്ലാം കടിച്ചു കടിച്ച് തന്നെ തിന്നണം. എല്ലാം താഴെ വീണു. ഇത് കറക്റ്റ് ആയിട്ട് നിനക്കിത് തിന്നാൻ പറ്റത്തില്ല, ഇത്രയും വലുത്. നിനക്ക് കുഞ്ഞതുണ്ടാക്കി തരാന്ന് ഞാൻ പറഞ്ഞു. ഏവക്കുട്ടൻ്റെ ആണെന്നുണ്ടെങ്കിൽ വലുതായിരുന്നേ, എല്ലാം പോയി. പക്ഷെ എൻ്റെ ഇതിങ്ങനെ ചൂടാക്കി ഒന്ന് അമക്കി എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നോക്കിയങ്ങോട്ട് അച്ഛേ, സൂപ്പർ ആയിട്ടുണ്ട്. ഇത് കയ്യിലും ഇങ്ങനെ എടുക്കാം കേട്ടോ. സിമ്പിൾ ആയിട്ട് നമുക്ക് കഴിക്കുകയും ചെയ്യാം. ഇങ്ങനെ ഏവക്കുട്ടി ഇങ്ങനെ ചെറുതാക്കിയിട്ട് കൊടുക്കണം. ഏവക്കുട്ടി ഇങ്ങനെ കലി പിടിച്ചിരിക്കുക, എല്ലാം കൂടെ താഴെ പോയിട്ട്. ഏവ ഇങ്ങോട്ട് നോക്കിയവാ, ഏവ കാണിച്ചു കൊതിപ്പിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട്, ഇഷ്ടപ്പെട്ടു എനിക്ക്. നമ്മൾ ഏകദേശം ഒരു, ഞാൻ പറയാം, ഫെബ്രുവരിയിൽ നമ്മള് ഹെസ് ബർഗറിൽ പോയിട്ട് ബർഗർ കഴിച്ചതാ. എന്നാ ഫെബ്രുവരി തന്നെയായിരുന്നു. ഇത്രയും നാളായിട്ട് നമ്മൾ ബർഗർ കഴിച്ചിട്ടില്ല. പിന്നെ പക്ഷെ ഇത് നല്ല ടേസ്റ്റ് ഉണ്ട്. സാധാരണ നമ്മളെ
ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് എപ്പോഴും അകത്ത് പോയിരുന്ന കഴിക്കാറ്. പക്ഷെ ഇപ്പൊ ആണെന്നുണ്ടെങ്കിൽ തണുപ്പുമില്ല. പിന്നെ നമ്മള് മൊസ്കിറ്റോയുടെ മെഷീൻ വെച്ചിട്ടുള്ളതുകൊണ്ട് മൊസ്കിറ്റോയും ഇല്ല. നല്ല വെതർന്നു, ഒട്ടും തണുക്കുന്നുമില്ല അല്ലേ. അപ്പൊ നമ്മളിങ്ങനെ വെളിയിൽ ഇരുന്ന് കഴിക്കും. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വേണമല്ലോ, എപ്പോഴും അകത്ത് പോയി ഒരേപോലെ ഇരുന്ന് കഴിച്ചിട്ട്. അത്യാവശ്യം നല്ല വലിയ ബർഗറാ, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് വേണ്ടതൊക്കെ വെച്ച് 10-12 യൂറോ അത്ര യൂറോയ്ക്ക് നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം നമുക്ക് 3 പേർക്ക് ഉണ്ടാക്കാം. നമ്മുടെ ഇഷ്ടത്തിനും ഉണ്ടാക്കാം, ക്വാണ്ടിറ്റിയിലും ഉണ്ടാക്കാം, വേണ്ട സോസുകളും കാര്യങ്ങളും ഒക്കെ വെച്ച് അല്ലേ. എങ്ങനെ ഉണ്ടാ കൂട്ടാ ബർഗർ? സൂപ്പറാ അല്ലേ. കുഞ്ഞ് കഴിച്ചോണ്ടിരിക്കുക, കുഞ്ഞിന് ഇഷ്ടപ്പെട്ടു. കുഞ്ഞ് ആരെയും വെയിറ്റ് ചെയ്യത്തൊന്നുമില്ല. അച്ഛനും ഞാനും ആണെന്നുണ്ടെങ്കിൽ ബർഗർ നല്ല അടിപൊളി ബർഗറൊക്കെ ആയപ്പോ ഒരു സന്തോഷത്തിന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അടക്കാണ്. പിന്നെയും വന്നു കണ്ടോ, ഇത് അച്ഛൻ കിളിയാ. അത് കുഞ്ഞു കിളിയാ പോനാ, പക്ഷെ അത് അച്ചക്കിളിയാ. അത് അമ്മക്കിളി അവിടെ അടയിരിക്കുക മുട്ട വിരിയാൻ വേണ്ടി. അതിനുള്ളില് ചൂട് കൊടുക്കും, ഇങ്ങനെ കൂമ കൊടുക്കും. മുട്ടക്കേ അട ഇങ്ങനെ ഇരിക്കും. അപ്പം മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ വരും. അപ്പം അച്ഛനും അമ്മയും കൂടെ പോയിട്ട് എല്ലാ ദിവസവും അല്ല, ഒരു ദിവസത്തിൽ തന്നെ ഒത്തിരി നേരം കൊടുക്കും അല്ലേ. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഭയങ്കര സ്പീഡിൽ പോയിട്ട് പെട്ടെന്ന് കുറേ ഇങ്ങനെ ഇതുമായിട്ട് വരുന്ന വേണം, മറ്റേ കീടങ്ങളും ഒക്കെ ആയിട്ട് പുഴുക്കളും ഒക്കെ ആയിട്ട്. എന്നിട്ട് വേഗം കൊണ്ടുവന്ന് കൊടുക്കും. കുഞ്ഞുങ്ങളെല്ലാം കിയോ കിയോന്ന് ഇങ്ങനെ സൗണ്ട് വെക്കും. കഴിച്ചിട്ട് കൈ കഴുകത്തില്ല, അവര് വായിലോട്ട് ഇങ്ങനെ വെച്ചു കൊടുക്കുക. ചുണ്ട് വെച്ച് ഇങ്ങനെ വായിലോട്ട് വെച്ചു കൊടുക്കും. അപ്പൊ കൈ അവര് വാ കഴുകത്തില്ല. അവരങ്ങനത്തെ കിളികളല്ലേ, കിളികൾ അങ്ങനെ വാ കഴുകുന്നേ. അവര് വെള്ളത്തിൽ പോയിട്ട് വെള്ളം ഇങ്ങനെ കുടിക്കും, അപ്പൊ വാ കഴുകും. എന്നിട്ട് തുപ്പും, അപ്പൊ വാ കഴുകും. അവരങ്ങനെയാ. കഴിച്ചിട്ട് കൈ കഴുകത്തില്ല, കാരണം ചുണ്ട് കൊണ്ടല്ലേ കൊടുക്കുന്നത്. ഇങ്ങനെ ചുണ്ട് ഇങ്ങനെ എന്നിട്ട് വെള്ളത്തിൽ കൊണ്ടുപോയി ഇങ്ങനെ വെക്കും. അപ്പൊ ചുണ്ട് വരും. അവർക്ക് കൈയില്ല, 2 കാലല്ലേ ഉള്ളൂ. അതാണ് അവരുടെ കൈയും കാലും ഒക്കെ. അവർക്ക് വാലുണ്ട്. അങ്ങനെയാണ് കിളികളുടെ കഥ, മനസ്സിലായോ? എന്നിട്ട് അവര് വലുതായിട്ട് അവരങ്ങ് പറന്നു പോകും. 28 ദിവസം അല്ലേ അച്ഛേ? 28 തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയില്ല. 10-28 ദിവസം കഴിയുമ്പോ അവര് പറക്കാനുള്ള ആകും. അവർ അച്ഛനും അമ്മയും അവരുടെ കാര്യം നോക്കി പോകും. ബ്രെഡ് എന്താ കഴിക്കാൻ?